മനുഷ്യകു ഇതരക്കാണ്ടി വലിയ വാതിലിനെ എല്ലാരും പറക്കിയോണ്ടുള്ളാറ് മണ്ണട അടിയിലുള്ളത് തേടി പിടിച്ചോണ്ടുള്ളാറ് അപ്പായിട്ട് കിടതാ കൊറിയാൽമാരിക ഒരു ബസ്ത കിട്ട് മണ്ണിൽ മുദ്ദായ ബസ്ത് ബസ്ത് എന്തിനെ ചൊന്നിട്ട് നോക്കുമ്പോ ഗുന്തായോണ്ടില്ല തന്നെ കൊണ്ടിട്ട് കൽകി നോക്കിയാറ് അല്ലാ നോക്കുമ്പോ മനുഷ്യയുടെ രൂപാന്തരവുൽക കണ്ടോണ്ടുണ്ടോ ചെറിയ ചെറിയ രൂപത്തെ ഭാഗങ്ങൾ കണ്ടോണ്ടുണ്ടോ പിന്നെ ഒന്നും കൂടി സർച്ചാക്കി നോക്കിയപ്പോ ഉമ്മ ഏതാ ഒരു കർപ്പുഞ്ചിറ ഗർഭപാത്ര പ്രളയത്തില് ഒലുകി പോയില്ലേ ഇത് ചൊല്ലുമ്പോ നിങ്ങളെ കൽബിൽ ഒരു ബിയാറ വന്നു പോകതീറാ പടച്ച റബ്ബ് അത്തരം കിർഫയില്ലാത്ത റബ്ബാ റബ്ബ് ജന്നെങ്കിൽ റഹ്മാനല്ലേ റബ്ബ് ജന്നെങ്കിൽ റഹീമല്ലേ റബ്ബ് എന്തേ കിർഫയില്ലേ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു മുസ്ലിം ബാലക്കാരോ യുക്തിവാദി ആവുക നോക്കണ്ട അല്ലാഹ് ഇല്ലാണ്ട് ചൊല്ലുക നോക്കണ്ട ഇപ്പൊ കൊറിയാൽമാരുടെ സ്റ്റേറ്റ്മെന്റ് വന്നോണ്ടുണ്ടോ വയനാടിൽ ദുരന്തായത് കൊണ്ടു ഈ കുരുടെ നബിദിനാചരണം ഞങ്ങൾക്ക് വേണ്ട മൗലിദാചരണം ഞങ്ങൾക്ക് വേണ്ട ഇത് എത്ര വലിയ പൊട്ടത്തരല്ലേ ഒരു മോത്തിലൊരു ദുരന്തം നടന്നിട്ട് ചൊന്നിട്ടു നബിദിനാചരണം വേണ്ടാണ്ട് ചൊല്ലതരക്കാണ്ട് വലിയ അവിവേകിതന വേറെ എന്തെങ്കിലും ഉണ്ടാ ഒന്നും കൂടി നാ ചൊല്ലട്ടാ ഇത്ര വലിയ ഒരു ദുരന്തം നടക്കുമ്പോ കൊറിയാൽമാരെ സംശയം ചിലപ്പോ തോന്നിപ്പോ അല്ല ഇല്ലെങ്കിൽ ഇങ്ങനല്ലാവാ ഉസ്താദേ റബ്ബിന്നെങ്കിൽ ഇങ്ങനല്ലാവാ റബ്ബ് വലിയ കിർഫ ഉള്ളവണല്ലേ റബ്ബ് വലിയ കാരുണ്യം ഉള്ളവണല്ലേ ഒരു പെണ്ണിനെ ഗർഭപാത്രത്തെ മണ്ണിട അടിയിലാക്കുക മാത്രം റബ്ബ് കിർഫ ഇല്ലാത്തവണ അങ്ങനെ ചിന്തിച്ചിട്ട് അല്ല ഇല്ലാണ്ട് ചൊന്നു നടക്കൂ ഏതെങ്കിലും ഒരു യുക്തിവാദി പറകു ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു നിരീശ്വരവാദി പറകു ചാൻസ് ഉണ്ട് മുസ്ലിം ബാലക്കാരങ്ങളട്ടം ബാലക്കാത്തി പെൺമാക്കളോട്ട് ചൊല്ല് അങ്ങനത്തെ പൽക്ക കേട്ടിട്ട് ഈമാന നഷ്ടപ്പെടുത്തിരണ്ട പടച്ച റബ്ബ് പരീക്ഷിക്കണല്ലേ ഖുർആനിൽ അല്ലാഹ് ചൊന്നു അത് ഖുർആനിലുള്ള ആയത്തല്ലേ വയനാട്ടിലെ ദുരന്തത്തെ പിന്നെ അല്ലാഹ് ഇറക്കിയ ആയത്തല്ലേ വയനാട്ടിലെ പ്രളയം മാത്രമല്ല എത്രമാ ദുരന്തങ്ങൾ പണ്ടതരമുനോലു അല്ലാഹു തആല ഇറക്കിയ ഖുർആനിലുള്ള ആയത്തല്ലേ അത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി നിങ്ങളെ നാണ് പലനം പരീക്ഷിക്കുക നിങ്ങളെ പൈകളത്തെ ഇല്ലാണ്ടാക്കുക നിങ്ങളെ കുടുംബത്തെ നാണ് ചിലപ്പോ അതാ ജീവ എടുക്കുക നിങ്ങൾ മരിപ്പാട്ടുക നിങ്ങൾക്ക് തിന്നുക കത്തി ഇല്ലാണ്ടാക്കുക ഇങ്ങനെ ചമ്മനത്തിൽ നിങ്ങളെ നാട് പരീക്ഷിക്കുക ആ പരീക്ഷിക്കുന്ന ടൈമിലോ നിങ്ങൾ ആറും റബ്ബില്ലാണ്ട് ചൊന്നു നടക്കണ്ട അല്ല ഇല്ലാണ്ട് ചൊന്നു നടക്കണ്ട അല്ല ഇല്ലെങ്കിൽ ഇങ്ങനെ ആ വാട്ട് ചൊന്നു നടക്കണ്ട ബശ്ശിരി സ്വാബിരീൻ അങ്ങനെ നിങ്ങളെ പല വിധത്തിലും പരീക്ഷിക്കുമ്പോ ക്ഷമിക്കിടങ്ങ നിങ്ങളെ കൂട്ടത്തിലുള്ളാറാ സ്വബരെടുക്കിടങ്ങ നിങ്ങളെ കൂട്ടത്തിലുള്ളാറാ സന്തോല ഉണ്ടു ചൊല്ലൊരു നബിയേ ദുരന്തത്തിൽ വഫാത്തായ മുഅ്മിനീങ്ങു അല്ലാഹു ആഖിറത്തിൽ വലിയ ദർജ കൊടുക്കണതുള്ളതിൽ സംശയമില്ല അല്ലാഹു ആഖിറത്തിൽ വലിയ ദർജ കൊടുക്കണതുള്ളതിൽ സംശയമില്ല പടച്ച റബ്ബ് അങ്ങ് ദുനിയാവിടെ കാട്ടി ആഖിറ ഖൈറിന്റെ റബ്ബ് തീരുമാനിച്ചിറാ അതുകൊണ്ട് അങ്ങ് അല്ലാഹു തആല പരലോകത്തിൽ വലിയ ദർജ കൊടുക്കണതുള്ളതിൽ സംശയമില്ല കേവല വയനാട്ടിലെ മാത്രമാ അല്ല എത്ര നബിമാരില്ലേ ആ നബിമാരെ അല്ലാഹ് പരീക്ഷിച്ചില്ലേ അശദ്ദുൽ ബലാഇ അൽ അംബിയാ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുല്ലേ അല്ലാഹു യാര പരീക്ഷിക്കണ ആരകുന്തുണ്ടാ ലായിലോട്ട് മനുഷ്യന്മാരെ ലായിലോട്ട് മനുഷ്യന്മാരെ റബ്ബുടെ പരീക്ഷ കൊറോടി അല്ലാഹു തആല ലാസ്റ്റ് കൊറ പിടുത്ത പിടിക്കിടോ അതേ ടൈമിൽ അല്ലാഹു യാര പരീക്ഷിക്കണ ആരകുന്തുണ്ടാ നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുല്ലേ അശദ്ദുൽ ബലാഇ അൽ അംബിയാ പരീക്ഷണത്തെ കൂട്ടത്തിൽ യാര പരീക്ഷിക്കപ്പെട്ട ആര് അംബിയാക്കന്മാരല്ലേ തുമ്മൽ അംസലു ഫൽ അംസലു
പിന്നെ അമ്പിയാക്കന്മാരെ പിന്നത്തെ മഹാന്മാരല്ലേ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നത്തെ മഹാന്മാരല്ലേ എത്ര കണ്ട നല്ലതമാ അത്ര കണ്ട റബ്ബ് ദുനിയാവില് പലതും കൊടുത്തിട്ട് പരീക്ഷിക്കുക കാരണം ഈ നാരിയ ദുനിയാവില് തെല്ല കഷ്ട സഹിച്ചെന്നും തൊന്തരയില്ല ആഖിറത്തെ കഷ്ട കൊറടിയായി കിട്ടണു അവിടെ നമുക്ക് സുഖ കിട്ടണു അവിടെ നമുക്ക് നെമ്മതി കിട്ടണു അവിടെ നമുക്ക് സമാധാനം കിട്ടണു അവിടെ നമുക്ക് റാഹത്ത് കിട്ടണു എന്തിക്ക് നാണിത് ചൊന്ന മുസ്ലിം പാലക്കാറ ഇവിടെ തെച്ചിട്ട് കേക്കണവണ് മർത്താക്കട്ട് ദൈവായിട്ട് കേക്കണമോ മർത്താക്കട്ട് എന്തിക്ക് നാണിത് ചൊന്നോട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനത്തെ ദുരന്തങ്ങൾ കാണുമ്പോ അല്ല ഇല്ല ചൊന്നിട്ട് നീനൊരു കമന്റ് ഇടണ്ട റബ്ബില്ല ചൊന്നിട്ട് നടക്കടങ്ങനെ പിറവില് പോയിട്ട് നിന്റെ ഈമാന നഷ്ടപ്പെടുത്തണ്ട ചൊന്നോട്ട് വന്നോ നല്ല നല്ല മരിപ്പും നല്ല നമുക്ക് കിട്ടരുത് കാരണം അങ്ങനെ ഹയാത്ത് കാല അങ്ങനെ ആയിട്ടിന്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുറത്തു സാദാത്ത് കൂറത്തതങ്ങ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ എത്ര സ്വഫ് നിസ്കാര തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആർക്കെങ്കിലും ചൊല്ലുക തങ്ങള് ജനാസ നിസ്കാരം നടക്കുമ്പോ എത്ര സ്വഫ് നിസ്കാരം കിട്ടിയിട്ടുണ്ട് 4 മൂത്തില് തങ്ങള് ജനാസ നിസ്കാരം നടന്നത് ഒന്ന് എട്ടിക്കുളം രണ്ട് അത് കഴിഞ്ഞിട്ട് ജാമിയ സാദിയത്തിൽ അത് കഴിഞ്ഞിട്ട് സീദാ ഉള്ളാളത്തിൽ അത് കഴിഞ്ഞിട്ട് 4ാമതായിട്ട് തങ്ങളെ ദഫനാക്കിയിട്ടുള്ള കൂറത്തിൽ എത്ര സ്വഫ് 4 പക്കത്തിൽ ജനാസ നിസ്കാരം നടന്നിട്ട് എത്ര സ്വഫ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഹദീസുൽ ഉല്ലന്തര കൊണ്ടുണ്ടാ 4 പക്കത്തെ ജനാസ നിസ്കാരം പോട്ട് ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പാട്ടെ റവാഹു അബൂ ദാവൂദ് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഒരു ഹദീസ് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് കൊണ്ടുണ്ടാ മൻ സ്വല്ല അലൈഹി സലാസതു സുഫൂഫിൻ ഫഖദ് ഔജബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ സ്വല്ല അലൈഹി സലാസതു സുഫൂഫിൻ ഒരു 3 സഫ് നിസ്കരിക്കുകയിന്ത 3 സഫ് നിസ്കരിക്കുകയിന്ത ടിക്കറ്റ് മയ്യത്ത് നിസ്കരിക്കുമ്പോ സഫ് ഭർത്തിയാക്കണമെന്നില്ല 3 സഫാക്കും അങ്ങനെ ഉണ്ട് സഫ് ഭർത്തിയാക്കി പിന്നെ രണ്ടാമത്തെ സഫ് ഉണ്ടല്ലോ ഒട്രാസി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ 3 സഫ് വേണം ഭർത്തിയാവട്ടെ 3 സഫ് വേണം അവിടെ പിന്നെ ഒന്നാമത്തെ സഫ് മഹത്വ രണ്ടാമത്തെ സഫ് മാസോയാറ മൂന്നാമത്തെ സഫ് മാസോയാറ അങ്ങനെയില്ല അത് 3 ഒരേ സഫ് കൊണ്ടിട്ട് കുറെ ഉരുക്കി വന്നിട്ട് വേഗം എതിർ വന്നിക്കോ നോക്കണം അവിടെ 3 സഫ് ഒരേപോലെ പിന്നെ ഒന്നാമത്തെ സഫ് മഹത്വം കിട്ട ഒരു വിഷയം ഉണ്ട് ഇപ്പൊ ചൊല്ലകത്തിയില്ല അങ്ങനെ മാത്രം ഒന്നാമത്തെ സഫ് മഹത്വം കിട്ടും അപ്പൊ ഞാൻ ചൊന്നോട്ട് വന്നേ 3 സഫ് ഒരു മയ്യത്തിന് 3 സഫ് നിസ്കരിക്കോ കിട്ടിത്ത അല്ലാഹുവേ ഞങ്ങളെ മയ്യത്ത് നിസ്കാരത്തുക ചമ്മ സഫ് നീ നമുക്ക് കാട്ടിത്താ റഹ്മാനേ ഞങ്ങൾ ദുആർക്കണായത് അത് മുഅ്മിനേ ഞങ്ങൾ ദുആർക്കണായത് അത് ഉഡ്രദന്തോ അല്ല ഉഡ്രദല്ല ഇപ്പോ കൊറിയ നാളത്തെല്ലാം തീർറ് ഉഡ്രദന്തോ അല്ല ഞങ്ങൾ ദുആർക്കണായത് ഞങ്ങളെ മയ്യത്ത് നിസ്കാരത്തുക ചമ്മ സഫുക വേണോ എല്ലാ ആണിങ്ങും പെണിങ്ങും ദുആർക്കണായത് അത് ഏത് ടൈമിലും ദുആർക്കണായത് ഞങ്ങളെ മയ്യത്ത് നിസ്കാരത്തുക ചമ്മ സഫുക വേണോ അല്ലാഹു തൗഫീഖ് തർ അല്ലാഹു തൗഫീഖ് തർ ല്ലേ മരിക്കോ പേടിയാവുടു ആയിങ്ങും നമുക്ക് ദ്വാരക്കല്ലേ നമുക്ക് എപ്പോ മരിച്ചെങ്കിലും ചമ്മ സഫുക ഞങ്ങളെ മയ്യത്ത് നിസ്കാരം 3 സഫുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയിട്ട് മൻ സ്വല്ല അലൈഹി സലാസതു സുഫൂഫിൻ ഫഖദ് ഔജബ 3 സഫ് ഒരു മയ്യത്തിന് നിസ്കരിക്കുക കിട്ടിത്ത ഫഖദ് ഔജബ ആ മയ്യത്തിന് ഖദ്ദായായിട്ടുണ്ട് എന്ത്ര ഖദ്ദായ മഹാന്മാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചിട്ട് ചൊന്നാറ് ഐ അൽ മഗ്ഫിറത വൽ ജന്ന അല്ലാഹു തആല പാപ കൊടുത്തു സ്വർഗ്ഗ അയാൾക്ക് നിർബന്ധമായിട്ട് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് കൂറത്ത തങ്ങൾക്ക് 3 സഫ കിട്ടിയേ ഞങ്ങളുടെ രായത്തിൽ ഫുള്ള് സഫ് ഭർത്തി ആയില്ലെങ്കിൽ വലിയ 3 ആക്ക ആ ഹദീസ് സ്വർഗ്ഗം കിട്ടും മഗ്ഫിറത്ത് കിട്ടും കൂറത്ത് അങ്ങ് അങ്ങനെ സഫ് ഭർത്തിയാവാണ്ട് 3 സഫ് എത്ര സഫ് അഹ്ലു ബൈത്തും തങ്ങന്മാരെ പറയടങ്ങും ദൂറങ്ങ ഉള്ളാറല്ലേ അങ്ങനെ മയ്യത്ത് നിസ്കാരത്തേക്ക് എത്ര സഫ് കിട്ടിട്ടുണ്ട് അങ്ങൊന്ന് ചിന്തിച്ചു നോക്കട്ടെ അഹ്ലു ബൈത്തും തങ്ങന്മാരെ നാനൊരു വിഷയമുണ്ട് ഒരിക്കൽ പോലും ഞങ്ങളെ നാവ് വിടക്കാക്കിരണ്ട മുഅ്മിനേ
ഇത് ഈമാനുള്ളങ്ങളട്ട ചൊല്ലേ. മരിക്കുമ്പോൾ കെലിമ ചൊല്ലിട്ട് മരിക്കണുണ്ട് ആശ ഉള്ളങ്ങളട്ട ചൊല്ലേ. ഒരിക്കൽ പോലും നന്റെ നാവ് കൊണ്ട് ഒരു അഹ്ലു ബൈത്തിലും ഞാൻ ഇൻസൾട്ട് ആക്കുക തീരാ. നന്റെ നാവ് കൊണ്ടിട്ടു ഒരു തങ്ങലും മനസ്സ് ഞാൻ ബേജാറാക്കോ തീരാ. അത് ഹയാത്തുള്ള തങ്ങാവട്ടെ വഫാത്തായി പോയ തങ്ങാവട്ടെ ഒരു തങ്ങലും മനസ്സ് നന്റെ ഹയാത്ത് കാലത്തില് ഞാൻ ഒരിക്കൽ പോലും ഒരു തങ്ങല മനസ്സ് നൊമ്പലാക്കുക തീരാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു തങ്ങല മനസ്സ് നൊമ്പലാക്കുക തീരാ. തങ്ങന്മാര് ചെന്നെങ്കില് സാമാന്യ ആൾമാരല്ല. തങ്ങന്മാര് നിങ്ങൾ കാടിയുടെ മൈക്കെട്ടിട്ട് എന്തെങ്കിലും ചൊന്നങ്ങല്ല. ബഹുമാനപ്പെട്ട കൂറത്ത തങ്ങായെങ്കിലും ഇന്റെ ഹയാത്തുള്ള തങ്ങന്മാരായെങ്കിലും ഞാനിപ്പോ നിരിക്കടേ ഇന്റെ ഹയാത്തുള്ള ഒരു തങ്ങമുണ്ട് കേരളത്തില്. നിങ്ങൾക്ക് എല്ലാവർക്കും കൊന്തിക്കുമല്ലേ? ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് ഖലീലുൽ ബുഖാരി തങ്ങ. അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം. ഖലീൽ തങ്ങ ഞങ്ങളെ ദർശക വന്നൊരു ബദർത്തക്ക് വന്നൊരു ആ ഖലീൽ തങ്ങ ബദർത്തക്ക് വന്നപ്പ മുനോൽ തന്റെ ജാവു തങ്ങ ഇവിടെ വന്നിട്ട് ഉറങ്ങിയിട്. ನಾನು ಬೆದರ್ತೆ ನಂಡೆ ಮುಹಿಬ್ಬಿಯಂಗಳೊಟ್ಟಂ ഞങ്ങളെ സുന്നത്തുൽ ജമാഅത്തിന്റെ സഹകാര്യകർത്തന്മാരൊട്ടം നന്റെ പിർസത്തെ നേതാക്കന്മാരൊട്ട തങ്ങ ഇങ്ങനെ ഞങ്ങളെ ദർശക വന്നുകൊണ്ടുണ്ട് ചൊല്ലപ്പ. ഈ റായത്തെ സുന്നത്തുൽ ജമാഅത്തിന്റെ നേതാക്കന്മാരും സഹകാര്യകർത്തന്മാരും എല്ലാവരും സുബഹിയുടെ ബാങ്ക് കൊടുക്കടതര മുനോലെ തഹജ്ജുദര ടൈമിലെ ഞങ്ങളെ ക്യാമ്പസ് ഒഴുകി വന്നാർ. തങ്ങ ഔത്തരെ എൻച്ചിട്ട് ബാങ്ക് കൊടുത്തിട്ട് സുബഹി ജമാഅത്തിക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ് പരിസരത്തിൽ ഫുള്ള് കാറുങ്ങ കമ്പൗണ്ടർ ഉൽഗം കാറ് കമ്പൗണ്ടർ പർത്തും കാറ്. ഖലീൽ തങ്ങ ഇവിടേക്ക് വന്ന് രണ്ട് വിഷയം കിട്ടിയപ്പോ ആ മജ്ലിസിൽ കൂടുകയായിട്ട് വന്നു. അത് ഇപ്പം നന്റെ കാണുമ്പോ തങ്ങ അത് നെനപ്പാക്കിട്ട് ചൊല്ലു. നാ വിചാരിച്ച ഈ സുബഹിക്ക് ആരിക്കുവാറ് നോക്കുമ്പോ പള്ളി ഫുള്ള് ആള് ഇല്ലേ ആ തങ്ങ മുഞ്ഞാണ്ട് മൈക്കാലത്തേക്ക് വന്നപ്പോ ഞാനൊരു 2-4 തങ്ങളൊട്ടിಗೆ കാറിൽ യാത്രയാക്കിയ തങ്ങളൊട്ടാണ് പോയ. അങ്ങനെ ലൈഫ് എന്തോ ആ ലൈഫിന്റെ ಬಗ್ಗೆ അറിഞ്ഞെങ്കില് മഹാന്മാരായ അഖില ബൈത്തറെ ಬಗ್ಗೆ എന്തെങ്കിലും ചൊല്ലുക ആർക്കെങ്കിലും ഒരു യോഗ്യത മൈക്കാലത്തില് ടൗൺ ഹാളില് കൂറത്ത തങ്ങൾ അനുസ്മരണ കാര്യക്രമത്തിൽ നേതൃത്വം കൊടുക്കുന്നു ഖലീൽ തങ്ങ ഉസ്താദ് വന്ന് അവിടെ ഗണ്ടകട്ടലെ ടൈം സ്പീച്ച് ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് തങ്ങളെ പേരിൽ തഹ്ലീൽ ചൊന്തു. നല്ല ദുആ എല്ലാ ദുആവും ആയ പിന്നെ ഞങ്ങൾ അവിടെ പുറത്ത് കാറ് കൊമ്പോയിട്ട് കാറ് ഇപ്പാട്ടി കാത്തോണ്ടുള്ള തങ്ങളെ കുട്ടിയോളൂ തങ്ങ വന്ന് കാറുക വത്തിട്ട് അപ്പൊ നണ്ടൊട്ടിക്കുള്ള ആൾമാർ രണ്ട് സുഖല്ലേ തങ്ങളെ? ആ സുഖം കേരളത്തിൽ മഴ ഇപ്പൊ പിന്നെ കുറവാണ് ഉണ്ട്. ഓക്കെ എല്ലാ പിന്നെ തങ്ങ ചൊന്തു. ഞങ്ങൾക്ക് ഹദ്ദാദ് പോതല്ലയോ നമുക്ക് ഹദ്ദാദ് പോതല്ലേ? അപ്പൊ എത്ര മഹാന്മാരെ വിളിച്ചിട്ട് അൽ ഫാത്തിഹ എന്നിട്ട് തങ്ങ കേക്കട് ഞങ്ങൾക്ക് 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്രമം പോലെ ചൊല്ലാലോ. കാറില് ഞങ്ങൾ മെയ്ക്കാലത്തെ ഉദ്ദേശിച്ച പക്കത്ത് പോകോ 1.5 घंटे ജർണി ടൈമുണ്ട്. അപ്പൊ തങ്ങ ചൊല്ലേ നമുക്ക് 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലല്ലേ? 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു കാറിൽ വെച്ച്. സുബ്ഹാനല്ലാഹ് ഞങ്ങൾക്ക് ഒരു ബച്ചൽ വന്നില്ലേ തങ്ങ ഇങ്ങനെ ചൊല്ലു. ഞങ്ങൾ ചിന്തിച്ച ഇത്ര ഗണ്ടകട്ടലെ ടൈം മൈക്കാലത്തെ ടൗൺ ഹാളില് തങ്ങ സ്പീച്ച് ആക്കിയിട്ട് മാത്രമല്ല തഹ്ലീലിനെ ചൊല്ലുക നേതൃത്വം കൊടുത്തിട്ട് ദുആർന്നിട്ട് ആ ബച്ചലെല്ലാം ഇക്കുമ്പോ ഞങ്ങ പേരിക്കടെ തങ്ങളെ സീറ്റ് ഒന്ന് ബാക്ക് ആക്കാല്ലേ വിശ്രമിച്ചുകൂടെ? അപ്പൊ തങ്ങ ചൊല്ലും നമുക്ക് ഹദ്ദാദ് തുടങ്ങല്ലേ? ഞങ്ങൾക്ക് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയിട്ട് വാപ്പാസ് വണ്ടത്തോലും ഇതേ ഗാഡിയില് അസ്മാഉൽ ബദർ ഫുള്ളായിട്ട് തിരിച്ചു വരുമ്പോ അസ്മാഉൽ ബദർ ഞാൻ ചൊന്നോണ്ട് വന്നു. ആ ഖലീൽ തങ്ങ ആക്കിയോണ്ടുള്ള സ്വരയന്ത്രോ കേരളത്തില് തങ്ങ അവിടെ ഉണ്ടോണ്ടുണ്ടോ? ഇനിയിപ്പൊ അത് ചൊന്നില്ലെങ്കിൽ ആൾമാർക്ക് എന്തരായിട്ട് ഗുസുണ്ട്. അങ്ങനെ അവിടെ വേണ്ട വരന്തു അല്ല തങ്ങ അവിടെ ഉണ്ടോട്ട് ചെയ്ത ഇവിടേക്ക് അത് ക്ലിയർ ആയി സമാധാനായി. അപ്പൊ കേരളത്തില് ബഹുമാനപ്പെട്ട തങ്ങ ബദറു സാദാത്ത് ഖലീൽ തങ്ങ എന്താക്കിയിട്ട് മഅദിൻ മലപ്പുറത്തില് മഅദിൻ ചൊല്ല ഒരു സംസ്ഥ ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കണു തങ്ങ എന്താക്കിയോണ്ടുണ്ട്. ഇവിടെ അഹ്ലു ബൈത്തറെ ಬಗ್ಗೆ എന്തെങ്കിലും ദൂറകു സുലാബ തങ്ങന്മാരെ ಬಗ್ಗೆ എന്തും ചൊല്ല ആറുകു
അങ്ങ് ആക്കിയ പ്രവർത്തനത്തെ ഒരു ചെറിയ അംശ പ്രവർത്തനം ആർക്കെങ്കിലും ആക്കുക തീർവാ അഹ്ലു ബൈത്ത് ആ മഅദീൻ ചൊല്ലുന്ന സംസ്ഥയില് കണ്ണ് കാണാത്ത മക്ക പഠിച്ചോണ്ടുള്ളാറ് മുഞ്ഞാന്റെ മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുമ്പോ മഹല്ലി ചൊല്ലൊരു കിതാബുണ്ട് ആ മഹല്ലി ചൊല്ലുന്ന കിതാബ് ഓതി കൊടുക്കുമ്പോ അതിൽ കണ്ട് കണ്ണിടെ എതിർന്ന് രണ്ട് ഇടത്തില് തന്നെയുണ്ട് കണ്ണിടെ എതിർന്ന് രണ്ട് ഇടത്തില് തന്നെയുണ്ട് ഒന്നുലു ശുദ്ധ തന്നി നല്ല തന്നി പിന്നൊന്നുലു നായി വന്നിട്ട് ബായിട്ട തന്നി അപ്പൊ നായി വന്നിട്ട് ബായിട്ട തന്നിൽ ഏതെങ്കിലും ഊന്ന് എടുക്കുക മനസ്സിലായില്ലേ ശുദ്ധ തന്നിൽ ഊന്ന് എടുക്കാം പക്ഷെ ഇത് ജണ്ട് ഏതെണ്ട് ഒന്നില്ല അതാ ഇതാ ഇതാ അതാ അതാ ഇതാ ഏതെണ്ട് ഒന്നില്ല അപ്പൊ അവിടെ എന്താക്കണു അവിടെ ഇമാം നബി റളിയല്ലാഹു അൻഹു ഇജ്തിഹദ അവിടെ ആലി ഇജ്തിഹാദ് നടത്തണം ഓണോ ചെന്നോൺ മുജ്തഹിദ് ആവണുണ്ടല്ല പിന്നെ അവൻ അവിടെ ഒരു റിസർച്ച് ആക്കും എങ്ങനെ റിസർച്ച് ആക്കടേ ഖുർആന്റെ ആയത്ത് ഹദീസ് പിടിച്ചിട്ട് എന്തുവല്ല അങ്ങനത്തെ റിസർച്ച് എല്ലാം പണ്ട് കഴിഞ്ഞിട്ടായിട്ട് അതിപ്പോ അതനുസരിച്ച് അമലാക്കി പിന്നെ എന്ത് റിസർച്ച് ഈ നായി ബായി ഇട്ട എട ഏത് ഇട്ട് എങ്ങനെ കൊത്താവിടൂ ഏത് ഇടത്തെ ചുറ്റുന്നു തന്നി തെരിച്ചിരുന്നു അല്ലേ അപ്പൊ ഒരു ഇടത്തെ ചുറ്റില് തന്നി തെരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടത്തേക്ക് നായി വായിട്ടില്ല പിന്നെ ഒരു ഇടത്തേക്ക് നായി വായിട്ടില്ല കാരണം ഏതാ ഒന്നും തുറപ്പു ജണ്ടിലാക്കിയിട്ടില്ലാണ്ട് ഗ്യാരണ്ടി അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ ഒരു ചർച്ച അതിപ്പോ കണ്ണ് കാണ്ടൗണുകല്ലേ കണ്ണ് കാണ്ടൗണുകല്ലേ ഇപ്പൊ അത് നോക്കിയത് കൊണ്ടാവിടെ കണ്ണ് കാണാത്തവണ ഇപ്പൊ അത് കൊണ്ടാവിടാ ആ കണ്ണ് കാണാത്തവണ എന്താക്കണോ കണ്ണ് കാണാത്തവണായെങ്കിലും കണ്ണ് കാണാത്തവണായെങ്കിലും അവണവിടെ എന്താക്കണോ അതേപോലെ കണ്ണ് കാണാത്തവണു അത് കണ്ടെത്തുള്ള തെറു വേറെ ചിലപ്പോ ഈ കണ്ണ് കാണ്ടൗണ്ട് കാണ്ടി പവർ ഈ കണ്ണ് കാണാത്തവണ ഇണ്ട് തോലും കണ്ണ് കാണാത്ത ഒരു മനുഷ്യ റോഡ് പുട്ട് കടന്നിട്ട് ഗാഡി തട്ടിട്ട് ജീമ പോയത് കണ്ണ് കാണാത്ത മനുഷ്യ പക്ഷെ കണ്ണ് കാണ്ടവണെ തട്ടിട്ട് ജീമ പോയിട്ട് അങ്ങനെ ഉണ്ടോ കണ്ണ് കാണ്ടി പവർ ചിലപ്പോ കണ്ണ് കാണാത്തവൻ അവനു ഉൽഗത്തെ ഒരു കഴിവ് വേറെ അപ്പൊ അവൻ്റെതായ ഒരു റൂപ്പയ്ക്കിട അവനും ഗവേഷണാക്കണോ ഇമാമിക ചൊന്നാർ ചെന്ന അഭിപ്രായം ഉണ്ട് ഞാൻ ചൊന്നോണ്ട് വന്നേ കണ്ണ് കാണാത്ത ദൂര നിൽക്കണായതല്ല ഒരു ഉമ്മകും ഒരു അപ്പകും കണ്ണ് കാണാത്ത ഒരു കിടാവുള്ളാണ് ഒരു മോണുള്ളാണ് ഒരു മോളുള്ളാണ് അവന് പിന്നെ ചമ്മെന്ത് പഠിക്കണോട്ടില്ല അവന്റെ കൊണ്ട് പഠിക്കാവാലെ ചെന്നിട്ടു ദൂര നിപ്പാട്ടണായതല്ല കേരളത്തില് ബദറു സാദാത്ത് ഖലീലുൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ് കൊടുക്കട്ടെ തങ്ങ നേതൃത്വം കൊടുക്കുന്ന മഅദീൻ ചൊല്ലുന്ന സംസ്ഥയില് കണ്ണ് കാണാത്ത മക്കകു അങ്ങനതായ ടെക്നിക്കിൽ പഠിപ്പാട്ട ഒരു ശൈലി ആ മക്ക പഠിച്ചിട്ട് ഖുർആൻ കാണാണ്ട് പഠിച്ചാർ കിതാബ് പഠിച്ചാർ നിങ്ങൊന്തുണ്ട ഒരു വെള്ളിയാസ അവിടെ മഹശറ ബാലെടുത്ത് ഒരു കണ്ണ് കാണാത്ത അവിടെ ഒരു സന്തതി അണ്ട് ഖുതുബ ഓതിയെ കണ്ണ് കാണാത്ത വേറെ ഒരു അവിടെ സന്തതി അണ്ടത്തെ ജുമഅത്ത് ഇമാമത്തിൽ നിന്ന് അവിടെ പഠിച്ച കണ്ണ് കാണാത്ത വേറെ ഒരു സന്തതി ഇങ്ങനെ ഈ മക്കളെ അത്തരം പഠിപ്പാട്ടിട്ട് വളർത്തണമെങ്കിൽ അതിലെ ഒരു കഷ്ടപ്പാട് എത്രയ്ക്കുണ്ടെന്ന് വിചാരിച്ചു നോക്കൂ അതുകൊണ്ട് അഹ്ലു ബൈത്ത് തങ്ങന്മാര് അങ്ങ് ആറും കൂടെ കൈകെട്ടിട്ട് മുണ്ടാട്ട് വെച്ചോണ്ട് ആരും വിചാരിക്കണ്ട ഇത് ഒരു ഖലീൽ തങ്ങളെ ഉദാഹരണം അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ് കൊടുക്കട്ടെ